പൊടി പൊടിയായി അരിഞ്ഞ ചിക്കനെ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും സോയാ സോസും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ക്യാരറ്റും ക്യാബേജും അരിഞ്ഞിട്ടേ അപ്പൊ ക്യാബേജ് നമ്മുടെ ചോപ്പറിലാണ് കേട്ടോ അരിയണത്. എണ്ണ ചൂടായി വന്നപ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റി അതിനകത്തേക്ക് സവോളയും കൂടി ഇട്ട് വഴറ്റിയിട്ട് നമ്മുടെ വെജിറ്റബിൾസ് രണ്ടും അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വഴന്നു വന്നപ്പോഴേക്കും നമ്മുടെ ചിക്കനും കൂടി ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് വലിച്ച് പൊടിച്ചെടുക്കുവാണ് കേട്ടോ. അതും കൂടി ഇട്ടൊന്ന് വഴറ്റി വന്നിട്ട് വേണം കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും സോയാ സോസും ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മൈദയാണ് കേട്ടാ. മൈദ ഇട്ട് വെച്ചിരിക്കുന്ന ടിങ് നോക്കിയേ, കൊള്ളാല്ലേ? ശരിക്കല്ലേ റിവ്യൂ എടുക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചായിരുന്നു കേട്ടാ. 450 രൂപയ്ക്ക് 12 എണ്ണം. പക്ഷേ ഇല്ലേ ഇതുവരെ റിവ്യൂ എടുക്കൽ നടന്നില്ല. അതെ നമ്മൾ ഉള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുവാറ് കേട്ടാ. കടല പയറ് പരിപ്പ് എന്ന് വേണ്ട റവ വരെ ഇട്ട് വെക്കാട്ടാ. ഇതിനൊപ്പം തന്നെ വാങ്ങിച്ചാണ് അത് ഇത്രയും കൂടി എയർ ടൈറ്റ് ആയിട്ടുള്ള ചെറിയ ടിന്. ഇതിന് ലോക്കും കൂടി വന്നിട്ട് കേട്ടോ സൈഡിൽ ഇത് നോക്കി. അപ്പൊ ഇതിന്റെയും ചോപ്പറിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് ഇതേ മേലിട്ടിട്ടുണ്ട് കേട്ടാ. മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും നെയ്യും വെള്ളവും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ചപ്പാത്തി പരുവത്തിലാക്കിയിട്ട് പരത്തി അങ്ങ് നമ്മുടെ മസാലയും കൂടി അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇത് ഇഷ്ടമുള്ള ഷേപ്പിലേക്കൊക്കെ ആക്കി എടുക്കുവാണ് കേട്ടോ. ആവിയിൽ അങ്ങ് വെന്ത് വന്നപ്പോഴേക്കും ഇതേ നമ്മുടെ ഈ ദിവസം ഞാനും ആണ് കേട്ടോ ട്രൈ ചെയ്യാനിരിക്കുന്നത്. ഞാനും കൂടി കഴിച്ചോട്ടെ. കൊള്ളാല സത്യമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല.